അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റഹ്മത്തുള്ള ഖാസിമി വിഷയത്തിൽ പ്രതികരണം ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ചില ആളുകൾക്ക് ഞാനുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ റഹ്മത്തുള്ള ഖാസിമി വിഷയത്തിൽ ഈ വിനീതന് പറയാനുള്ളത് സമസ്തയുടെ നേതാക്കന്മാർ പറഞ്ഞു വെച്ച കാര്യം തന്നെയാണ്. കാരണം റഹ്മത്തുള്ള ഖാസിമി അവർകളെ നാം അദ്ദേഹത്തിൽ നിന്ന് പല വിഷയങ്ങളും നല്ല നല്ല വിഷയങ്ങൾ നാം അത് ഗ്രഹിച്ചിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുമുണ്ട്. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു ചരിത്ര പുസ്തകമാണെന്ന്, അതിലൊരു സംശയവും ഇല്ല. എന്നാൽ ഈ അടുത്ത കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ, സമസ്തയുടെ തഹയ്യ ഫണ്ടിനെതിരെ വന്ന വിമർശനം, അതിനു മുമ്പ് സമസ്തയുടെ നേതൃത്വം, സമസ്തയുടെ പ്രസിഡന്റായ സി ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ശേഷം ഇനിയുള്ളത് പ്രസിഡന്റുമാർ, ഇനിയുള്ള നേതൃത്വം ഒക്കെ സ്വഹാബിയത്തായിരിക്കും എന്നുള്ള പരാമർശങ്ങൾ തുടങ്ങിയ വളരെയധികം തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എല്ലാത്തിനെയും സഹിക്കുന്നതിനപ്പുറം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾക്ക് തെറ്റുപറ്റും, സിദ്ദീഖ് തങ്ങൾക്ക് തെറ്റുപറ്റിക്കൂടെ, ഉമറുൽ ഫാറൂഖിന് തെറ്റുപറ്റിക്കൂടെ എന്നുള്ള ഇത്തരം വാചകങ്ങൾ വളരെയധികം ഗൗരവത്തോടെ നമ്മുടെ പണ്ഡിതന്മാർ അതിനെ എതിർത്തിട്ടുണ്ട്. കാരണം പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാമാണികമായിട്ടുള്ള ഒരു ഗ്രന്ഥം നമുക്ക് ഇത്തിബാ ചെയ്യാൻ പറ്റിയ ഒരു ഗ്രന്ഥമാണ് സ്വഹീഉൽ ബുഖാരി. അതിൽ ഇജ്മാ ആണ്, ഒരു പണ്ഡിത ലോകത്തിനും തന്നെ തർക്കമില്ല. സ്വഹീഉൽ ബുഖാരി, അതിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്, സ്വഹീഉൽ ബുഖാരി. ഇമാം ബുഖാരി തങ്ങൾ തന്നെ അതെങ്ങനെയാണ് ഹദീസുകളൊക്കെ ക്രോഡീകരിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരാമർശം തെറ്റുപറ്റിക്കൂടെ, പിന്നെ ഇമാം ബുഖാരി തങ്ങളുടെ മറ്റുള്ള ഹദീസുകൾക്കുള്ള സ്വീകാര്യതയെ ബാധിക്കുന്നുണ്ട്. തവസ്സുൽ ഇസ്തിഗാസ വിഷയത്തിലേക്ക് എത്രയോ ഹദീസുകൾ ഇതിൽ നിന്ന് നാം തെളിവ് പിടിക്കാറുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന്. ആയിക്കോട്ടെ, അദ്ദേഹം പിന്നീട് തിരുത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ആ ലാഘവം നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. എപ്പോഴാണ് തിരുത്തിയത്? വിമർശനം വന്നപ്പോഴല്ലേ. അപ്പോൾ അദ്ദേഹം പിന്നീട് വളരെയധികം മാപ്പ് ചോദിച്ചിട്ടുമുണ്ടോ ഇക്കാര്യത്തിൽ? ഇതൊക്കെ വിമർശനം വന്നപ്പോൾ ആ പറഞ്ഞ സമയത്തോ അതിനുശേഷമോ അഭിമുഖം കൊടുത്തതിന് ശേഷമോ അദ്ദേഹം അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല. മറ്റൊരു വിഷയമാണ് അതിൽ പറഞ്ഞിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രായം, ആയിഷ ബീവിയുടെ കല്യാണ സമയത്തുള്ള പ്രായം 9 വയസ്സ് എന്നത് തികച്ചും അത് പണ്ഡിത ലോകം ഇജ്മാ ആയിട്ട് അംഗീകരിക്കപ്പെട്ട കാര്യവും തന്നെയാണ്. അതിനെതിരെ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ എത്രത്തോളം അത് സ്വീകാര്യമാണ് എന്നതും കൂടി ചിന്തിക്കേണ്ടതല്ലേ? അന്നത്തെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അതൊരു സർവ്വസാധാരണമായ ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വളരെയധികം വ്യക്തമാക്കി തന്നിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നുമില്ല. ഏതായാലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അപക്വമായ, വളരെയധികം തിരുത്തപ്പെടേണ്ടതായ നീക്കുപോക്കുകൾ അദ്ദേഹത്തിൽ നിന്ന് തുടർച്ചയായിട്ട് ഉണ്ടാകുന്നു എന്നതിനുള്ള ഒറ്റ ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം സമസ്തയോട് മാറി നിൽക്കുന്നത് കൊണ്ടാണ്. നമുക്ക് എത്ര വലിയ ആലിമാണെങ്കിലും ഒരു പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അവർക്ക് അള്ളാഹുവിൻ്റെ സഹായവും അതുപോലെ തന്നെ നമ്മുടെ മുൻകഴിഞ്ഞു പോയ ആലിമീങ്ങളുടെ മദതും ഒക്കെ അപ്പോഴാണ് ഉണ്ടാകുന്നത്. അദ്ദേഹം മാറി സ്വതന്ത്രമായി നിൽക്കുമ്പോൾ ഒരു ഗവേഷണം നടത്തിക്കോട്ടെ, അതിനാർക്കും തർക്കമില്ല. പക്ഷേ അങ്ങനെ ഒരു സ്വതന്ത്രമായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പല പിഴച്ചവാദങ്ങളും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് മദീനത്തെക്കാളും മുത്തേടത്തിനാണ് പ്രത്യേകത എന്നൊക്കെ പറഞ്ഞ വാദങ്ങൾ.
പിന്നെ അതിലൊക്കെ വിശദീകരണം അദ്ദേഹം കൊടുത്തിട്ടുണ്ടെങ്കിലും, പക്ഷെ മദീനയുടെ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്, അതാരും അതിനെ നിഷേധിക്കുകയില്ല. അപ്പം ഇങ്ങനെയുള്ള വാദഗതികളൊക്കെ നമുക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഖലിതമായി ഇരിക്കുമെന്ന് പറഞ്ഞ് തള്ളിയപ്പോൾ, പക്ഷേ വളരെയധികം അപകടം പിടിച്ച അദ്ദേഹത്തിൻ്റെ വാദങ്ങളാണ് പിന്നീട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രോതാക്കൾ ഒരു 90% പേർ സമസ്തയെ സ്നേഹിക്കുന്നവരാണ്, നമുക്കൊരു സംശയമില്ല അതിൽ. അപ്പോൾ സമസ്തയെ സ്നേഹിക്കുന്നവർക്ക് ഒരു പുനർവിചിന്തനം ഈ കാര്യത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ മുഷാവറ എന്താണോ നമ്മോട് പറയുന്നത്, അതിൻ്റെ കപ്പിത്താൻ ഇപ്പോൾ സയ്യിദുൽ ഉലമയാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, സയ്യിദുൽ ഉലമയുടെ ഓരോ ചലനങ്ങളും പ്രവർത്തികളും വാക്കുകളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു പിന്നിലൂടെ ഒരു അദൃശ്യമായ ശക്തി മഹാനവറുകൾ കിട്ടുന്നുണ്ട്. അത് നമ്മൾ മരണപ്പെട്ടു പോയ മഹാനായ ശൈഖുന ശംസുൽ ഉലമയെ പോലത്തവരുടെ പിന്തുണ തന്നെയായിരിക്കും. ആ മഹാനവരുടെ ഒരു സപ്പോർട്ട്, മഹാനായ ശൈഖുന ശംസുൽ ഉലമയുടെ ഒരു പിന്തുണ ഇല്ലാതെ അദ്ദേഹത്തിന് ഈ രൂപത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മെ നയിക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ സയ്യിദുൽ ഉലമയെ പോലത്തവരെ കുറിച്ച് പിന്നെ സയ്യിദുൽ ഉലമയുടെ ഒരു പരാമർശം സൂചിപ്പിച്ചുകൊണ്ടോ സൗഹാർദ്ദപരമായിട്ടുള്ള ബിദ്ഈ കക്ഷികളോട് സൗഹാർദ്ദം ഉണ്ട്, എന്നാൽ ആശയത്തിലാണ് നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞ് എന്താണ് തെറ്റ്? ഞാൻ ഇവിടെ സൗദിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, എൻ്റെ കൂടെ കുറേ വഹാബികളുണ്ട്, സൗദികൾ. അവരോട് എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റുമോ? അവരോട് സൗഹാർദ്ദമായിട്ട് ഞാൻ ഇടപെടൂലേ? എന്നാൽ ആദർശമോ? എൻ്റെ ആദർശം അവരുടെ ആദർശം വ്യത്യാസമുണ്ട്. ഇതല്ലേ സയ്യിദുൽ ഉലമ പറഞ്ഞിട്ടുള്ളൂ. ഇതിന് വലിയ ഭീമാബദ്ധമാണെന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ വായയിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നത്? ഇമാം ബുഖാരിക്ക് തെറ്റുപറ്റിക്കൂടെ? സിദ്ദീഖുൽ അക്ബറും തെറ്റുപറ്റിക്കൂടെ? ഇത്തരം വാദഗതികളല്ലേ? അപ്പോൾ ചിന്തിക്കുന്നു, ഇതൊക്കെ ദൃഷ്ടാന്തമുണ്ട്. തീർച്ചയായിട്ടും സമസ്തയുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കണം. അടിയുറച്ചു നിൽക്കാത്തവർക്ക് ഇത്തരം അബദ്ധങ്ങൾ ഉണ്ടാകും. സമസ്തയോട് ആരെങ്കിലും വിട്ടു നിൽക്കുന്നവരുണ്ടെങ്കിൽ, ചെറിയ സൗന്ദര്യപ്പിണക്കത്തിൽ ഉള്ളവരുണ്ടെങ്കിൽ അവരും വന്ന് ഇതിനോട് ചേർന്ന് നിൽക്കുക. അപ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ ആഖിബത്ത് നന്നാവുക. അള്ളാഹു അതിൻ്റെ തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.